സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് സസ്യലതാദികളും പഴങ്ങളും പച്ചക്കറികളുമായി നിങ്ങൾക്ക് ഞാൻ നൽകി, അതുപോലെ തന്നെ കന്നുകാലികളെ നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുകയുണ്ടായി. എങ്കിലും തന്നെ ഒരു അട്ടഹാസം മാത്രം മതി ഇതെല്ലാം എനിക്ക് തിരിച്ചു പിടിക്കാൻ എന്നുള്ള രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, ഇന്ന് കേരളം ഉറ്റുനോക്കുന്ന, നാം എല്ലാവരും ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്നും ഉറ്റുനോക്കുന്ന വയനാടിനെ നാം ഓർക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ആ ഒരു അട്ടഹാസത്തിലൂടെ മാതാപിതാക്കൾ മക്കളെ നോക്കാതെ, പ്രിയതമൻ പ്രിയതമയെ നോക്കാതെ അങ്ങനെ ഓടിപ്പോകുന്ന ഒരു അവസ്ഥ വരുന്ന ഒരു കാലം വരും എന്ന് പറയുമ്പോൾ ഈ ഒരു അവസരത്തിൽ നാം വയനാടിനെ ഓർക്കുകയാണ്. ആ ഒരു വയനാടിന്റെ മലയോരങ്ങളിൽ നിന്നും ആ താഴ്വാരങ്ങളിൽ നിന്നും 2 ദിവസങ്ങളായി നാം ഒക്കെ വളരെ പ്രതീക്ഷയോടുകൂടെ നോക്കിക്കാണുകയാണ്. എത്രയോ ആളുകൾ അതിന്റെ ഉള്ളിൽ അകപ്പെട്ടാലും നമ്മുടെ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ മുന്നോട്ട് വരുന്ന നമ്മുടെ മലയാളി സുഹൃത്തുക്കൾ അത്തരം കാര്യത്തിലൊക്കെ മുന്നിട്ടിറങ്ങിക്കൊണ്ട് ഇവരോട് സഹകരിക്കുകയും ഇത്തരം രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുമെന്നൊക്കെ നാം മനസ്സിലാക്കുമ്പോൾ നാം എല്ലാവരും പ്രാർത്ഥനാപൂർവം വയനാടിനെ ഓർക്കുകയാണ്. അതുപോലെ തന്നെ ഞാൻ ആദ്യമായി ഓതി വെച്ച ഒരാളുടെ അജൽ എത്തിക്കഴിഞ്ഞാൽ, ഒരാളുടെ സമയം എത്തിക്കഴിഞ്ഞാൽ, അത് എത്ര വലിയ പണ്ഡിതനാവട്ടെ, പാമരനാവട്ടെ, രാജാവാകട്ടെ, തൊഴിലാളിയാവട്ടെ, ആരാണെങ്കിലും ഒരു നിമിഷം പോലും പിന്തിപ്പിച്ചു കൊടുക്കുകയില്ല എന്ന് നാം എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. അതാണ് നമുക്ക് മുമ്പിൽ കഴിഞ്ഞു പോയിട്ടുള്ള മഹാനായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. അതുപോലെ തന്നെ നമ്മുടെ ഭാഷാ സമര അനുസ്മരണം നമ്മൾ നടത്തുമ്പോൾ മജീദ് റഹ്മാൻ കുഞ്ഞിപ്പായി എന്ന് 3 ചെറുപ്പക്കാരെ നമ്മൾ ഇവിടെ ഓർക്കുകയാണ്. ഈ 3 ചെറുപ്പക്കാരെ, അതല്ലെങ്കിൽ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, ഇവരൊക്കെ ഭാവികൾക്ക് വേണ്ടി ധാരാളം വാഗ്ദാനങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഈ ലോകത്തിൽ നിന്നും വിട പറഞ്ഞു പോയതാണ്. അവരോടൊപ്പം അവന്റെ ജന്നാത്തിനായി ഒരുമിച്ച് കൂട്ടി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വയനാടിന്റെ മണ്ണിൽ ഇന്നും കുടുങ്ങിക്കിടക്കുന്ന ധാരാളം കുടുംബങ്ങൾ, ധാരാളം ജനങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അടുത്തേക്ക് രക്ഷാപ്രവർത്തകരെ എത്രയും പെട്ടെന്ന് തന്നെ എത്തിച്ചുകൊണ്ട് അവർക്കൊക്കെ താങ്ങും തണലുമാകുന്ന രീതിയിലാവട്ടെ പ്രവർത്തനങ്ങൾ എന്നുകൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകളിലൊക്കെ അതെല്ലാം ഉൾപ്പെടുത്തണമെന്ന് ആത്മാർത്ഥമായി കൊണ്ട് നിങ്ങളോട് സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, നമ്മൾ എല്ലാ പരിപാടികളും മാറ്റിവെച്ചുകൊണ്ട് വളരെ വിഷമത്തോടു കൂടി നീങ്ങുന്ന ഒരു വേളയിലാണ് നമ്മുടെ ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചത്. പ്രധാനമായിട്ടും ഇന്നത്തെ പരിപാടിയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ വയനാട്ടിൽ 300ഓളം ആളുകൾ, 300 കൂടുതൽ ആളുകൾ ഇതുവരെ മരണപ്പെട്ടായിട്ടുള്ള റിപ്പോർട്ടുകൾ. 250-ൽ പരം ആളുകളെ ഔദ്യോഗികമായിട്ട് കാണാനില്ല എന്നുള്ള റിപ്പോർട്ടുമുണ്ട്. അതിനേക്കാളൊക്കെ കൂടുതലാണ് അതിൻ്റെ എണ്ണം കൊണ്ട് നമുക്ക് അവർക്ക് അറിയുന്ന ഒരു വസ്തുതയാണ്. ഈ ഒരു അവസരത്തിൽ നമ്മുടെ സഹോദരങ്ങളായ ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ആഗ്രഹങ്ങളും ബാക്കി വെച്ചുകൊണ്ട് തൻ്റെ വീട്ടിൽ അന്തിയുറങ്ങിയ ആളുകൾ പിറ്റേന്ന് നമ്മളെല്ലാവരും അറിയുന്നത് വയനാട്ടിൽ ഇറങ്ങിയ ആളുകൾ ഭൂരിപക്ഷം ആളുകളും നമ്മുടെ നിലമ്പൂര് പോത്തുകല്ല് ഭാഗത്ത് മയ്യത്തായിട്ട് എത്തിയെന്നുള്ള ദുഃഖകരമായിട്ടുള്ള വാർത്തയാണ്. പ്രിയപ്പെട്ടവരെ, ഇതിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും ഓർക്കാനുണ്ട് എന്നുള്ളതിൻ്റെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പല സമയങ്ങളിലും നമുക്ക് ഒരുപാട് ഇതുപോലെയുള്ള കാര്യങ്ങൾ കാണിച്ചു തരും എന്നൊക്കെ പരിശുദ്ധ ഖുർആനിലും ഒക്കെ പറഞ്ഞത് നമുക്കറിയാം. സാധാരണയൊക്കെ നമ്മളിവിടെ ഹമാസും ഇസ്രായേലിന്റെ ഒക്കെ ഭാഗങ്ങളിൽ പൊട്ടിത്തെറിയും യുദ്ധങ്ങൾ പോകുമ്പോഴൊക്കെ ഉണ്ടാവുന്ന സമയത്താണ് നമ്മൾ ഇതുപോലുള്ള ചിത്രങ്ങൾ ശരിക്കും കണ്ടിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ ഇതുപോലുള്ള ഒരു ദുരന്തം നമ്മുടെ ഒക്കെ ഈ ഒരു ജീവിതത്തിനിടയിൽ ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ എന്നെക്കാളും പ്രായമുള്ള ആളുകൾ അതിൻ്റെ മുമ്പ് ഇങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഓർമ്മയിൽ ഏതായാലും കിട്ടുന്നില്ല. നമ്മുടെയൊക്കെ ഇവിടെ ഈ സാഹചര്യത്തിൽ ഇങ്ങനെയുള്ളൊരു ദുരന്തം ആദ്യമായിട്ടാണ് എന്നുള്ളതാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള ദുരിതങ്ങളെ തൊട്ട് നമ്മളെല്ലാവരെയും കാക്കുമാറാകട്ടെ. ആ കുടുംബത്തിൽ ക്ഷമയും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയവരുടെയൊക്കെ ആഗ്രഹം അല്ലാഹു ഫൈനലാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ പ്രിയപ്പെട്ട ആളുകളുടെ പേരിൽ നമ്മൾ ഇന്ന് ഇവിടെ പ്രാർത്ഥനാ സദസ്സ് സംഘടിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഈ കൂടിച്ചേരലിന്റെ ലക്ഷ്യം. അതോടൊപ്പം ബഹുമാനപ്പെട്ട നമ്മുടെ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, നമുക്കറിയാം എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും കേരള മുസ്ലിം ഉമ്മത്തിനെ പിടിച്ചു നിർത്തിയത് മതേതരത്തിന്റെയും സൗഹൃദത്തിന്റെയും പാതയിലൂടെ നമ്മെ നയിച്ചതും ബഹുമാന്യരായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളായിരുന്നു. ആ ഒരു നേതൃത്വം, ആ ഒരു പാണക്കാടിന്റെ നേതൃത്വം, ആ ഒരു മഹിമ ഉള്ളതുകൊണ്ടാണ് ഇന്ന് മുസ്ലിം ലീഗ് ഈ ഒരു രൂപത്തിൽ നിലനിൽക്കുന്നത് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. മഹാനവറുടെ ആണ്ട് ദിനം കൂടിയാണ് ഓഗസ്റ്റ് 1 എന്നുള്ളതാണ്. സയ്യിദരെ അനുസ്മരിക്കുന്ന ഒരു പരിപാടി കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ഈ കാലഘട്ടത്തിൽ ഇന്ന് ഏറ്റവും നമ്മൾ അനുയോജ്യമായ അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഭാഷാ സമര കാലഘട്ടം. 1980 ജൂലൈ 30 മലപ്പുറം കലക്ട്രേറ്റ് പഠിക്കൽ മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ അന്നത്തെ നായക സർക്കാരിന്റെ തെറ്റായ തീരുമാനത്തിനെതിരെ സമരം നടത്തുകയും മജീദ് റഹ്മാൻ കുഞ്ഞിപ്പ എന്ന പേരുള്ള 3 ചെറുപ്പക്കാർ, 23, 22 വയസ്സൊക്കെ ഉള്ള 3 ചെറുപ്പക്കാരാണ് അന്ന് നമുക്ക് അതിൽ നഷ്ടപ്പെട്ടത്. അവരന്ന് അവരുടെ ജീവൻ ബലി കൊടുത്ത് നേടിയെടുത്ത ഭാഷ അറബി ഭാഷ ഇത് നമ്മൾ ഇവിടേക്ക് ഉപയോഗിക്കുന്ന ഒരു ഭാഷയാണ് അറബി ഭാഷ. ഈ ഭാഷ സ്കൂളിലൊക്കെ പഠിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അത് ഒഴിവാക്കണമെന്ന് ഉള്ള ഒരു നിയമം കൊണ്ടുവന്നപ്പോൾ അതിനെതിരെ അന്നത്തെ മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതാക്കന്മാരായ PKK ബാവ സാഹിബും KPA മജീദ് സാഹിബും നയിക്കുന്ന യൂത്ത് ലീഗ് സമരരംഗത്തേക്ക് ഇറങ്ങുകയായിരുന്നു. അവിടെ വെച്ചാണ് നമുക്ക് ഈ 3 പേരെ നഷ്ടപ്പെട്ടത്. അത് റമദാൻ മാസം 17 കൂടി ആയിരുന്നു. റമദാൻ 17 നമ്മുടെ നാട്ടിലൊക്കെ അവരുടെ ഖബറുകളിലൊക്കെ സിയാറത്ത് ചെയ്ത് പ്രാർത്ഥനകളും മറ്റും നടത്താറുണ്ട്. ജൂലൈ 30 യൂത്ത് ലീഗ് ദിനം എന്ന പേരിലും നാട്ടിൽ ആചരിക്കാറുണ്ട്. ആ ഒരു ദിനത്തെ കൂടി, അല്ലെങ്കിൽ ജൂലൈ 30 ആ ഭാഷാ സമരത്തിൽ മരണപ്പെട്ട വീര ശുഹദാക്കളുടെ പേരിൽ കൂടി നമ്മൾ ഇന്നൊരു പ്രാർത്ഥന നടത്തുക. അതോടൊപ്പം ഈ ഓഗസ്റ്റ് 1 അല്ലെങ്കിൽ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വിട പറഞ്ഞ ഈ ഒരു ദിനത്തിൽ തന്നെയാണ് ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർ ബാഫഖി തങ്ങളും നമ്മോട് വിട പറഞ്ഞിട്ടുണ്ട്. കൂടുതലും കോഴിക്കോട് ജില്ലക്കാരെയാണ് ഇവിടേക്ക് കൊണ്ടാക്കാറുണ്ട്. നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഉള്ള ആളുകൾക്ക് അതൊരു എന്തോ അത് അജണ്ട ഒഴിവാക്കിയത്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള പ്രയാസങ്ങളെ തൊട്ടൊക്കെ നമ്മളെ കാക്കുമാറാട്ടെ. നമ്മുടെയൊക്കെ പല സുഹൃത്തുക്കളും ഇവിടെയുള്ള സഫ്വാന്റെ പെങ്ങളുടെ പെങ്ങളും കുടുംബമടക്കമുള്ള ആളുകളൊക്കെ ഇതിൽ കാണാതെ പോയിട്ടുണ്ട്. അങ്ങനെ ഒട്ടേറെ നമ്മളുമായിട്ട് കൂടി ചേർന്ന് നടക്കുന്ന നമ്മുടെ സൗഹൃദ വലയത്തിൽപ്പെട്ട ഒരുപാട് ആളുകൾ, ബഹുമാനപ്പെട്ട വയനാട് ജില്ലാ KMCCയുടെ പ്രസിഡന്റ് അണക്കായി സാഹിബ് എത്തിയത്. ഇത് അവരുടെ നാട്ടിൽ കൂടിയാണ് ഈ ഒരു ദുരന്തം ഉണ്ടായത് എന്നുള്ള. അപ്പോ നമ്മളൊക്കെ സൗഹൃദ വലയത്തിൽപ്പെട്ട, ഒരുപക്ഷെ അദ്ദേഹത്തിന്റെയൊക്കെ കുടുംബത്തിൽപ്പെട്ട പല ആളുകളും ഇത്തരത്തിൽ അപ്പൊ അതുകൊണ്ട് ഈ ഒരു പരിപാടിയിൽ എത്തിച്ചേർന്ന എല്ലാ ആളുകളെയും ഈ പരിപാടിയിൽ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എന്നുള്ള കർത്തവ്യം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നത് പോലെ തന്നെ നമ്മുടെ പരിപാടി, മലപ്പുറം ജില്ലാ കമ്മിറ്റി പരിപാടികൾ നോട്ടീസിൽ ഇട്ട ടൈം എത്രയാണോ ആ ടൈമിൽ തന്നെ ആയിരിക്കും തുടങ്ങുക. നമ്മൾ മുൻകരുക്ക് ഇട്ടിട്ട് 10:30 തുടങ്ങുന്ന ഒരു പ്രവണത മലപ്പുറം ജില്ലാ KMCC തുടരുന്നതല്ല എന്നുകൂടി അറിയിക്കുകയാണ്. അതുകൂടി നമ്മളെല്ലാവരും സഹായിക്കണം. നമ്മൾ സാധാരണ 9:30 നോട്ടീസിലുണ്ട്. എന്നിട്ട് അത് എന്തിനാന്ന് വെച്ചാൽ 10:30 തുടങ്ങാനാണ് പറയുന്നത്. അത് നമ്മൾ ശീലിച്ചു വെച്ചു. അപ്പൊ 10:30 നമ്മൾ എടുത്താൽ
പിന്നെ 11:30 ആളുകൾ വരുള്ളൂ. അപ്പൊ അതിന്റെ ഒരു മാറ്റം വേണം. കാരണം നമ്മളെല്ലാവരും മുസ്ലിങ്ങളാണ്. മുസ്ലിങ്ങൾക്ക് ശരിക്ക് സമയനിഷ്ഠ ഉണ്ട്. എന്തുകൊണ്ടാണ് സുബഹി നിസ്കാരം ആ സമയത്ത് തന്നെ വെച്ചിട്ടുള്ളത്? അവിടെ 5:05 അത് എന്തുകൊണ്ട് 5:30 ആയിക്കൂടാ? അല്ലെങ്കിൽ 5 മിനിറ്റ് ഇങ്ങോട്ടാക്കി 5 ആക്കിക്കൂടാ? ലുഹുർ 12:31 ആണെങ്കിൽ 12:30 ആക്കിക്കൂടാ? അല്ലെങ്കിൽ 12:35 ആക്കുന്നില്ലല്ലോ. ആ 2 ആ പോയിന്റുകൾ കറക്റ്റാ. ഇസ്ലാമിൽ ആ സമയത്താണ് ബാങ്ക് കൊടുക്കേണ്ടത്, ആ സമയത്താണ് നിസ്കാരം നിർവഹിക്കേണ്ടത്. അതേപോലെ തന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് ബാങ്ക് വിളിക്കുന്ന സമയം നമ്മൾ റൗണ്ടിൽ 7 മണി ആക്കാറില്ലല്ലോ. എപ്പോഴാണോ ബാങ്ക് കൊടുക്കുന്നത് അതാണ് നമ്മുടെ സമയം. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴാണോ നമ്മൾ ഒരു പരിപാടി വെക്കാൻ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ് നമ്മുടെ സമയം. അത് എല്ലാവരും പ്രാവർത്തികമാക്കും. അത് പിന്നെ മറ്റൊരു കാര്യം, ഇപ്പൊ ഇന്ന് ചോദിച്ചൊരു സ്റ്റോറി ഉണ്ടായിരുന്നു, ഭക്ഷണം കഴിച്ചിട്ടാണോ പരിപാടി. നേതാക്കളെ, സഹപ്രവർത്തകരെ, മലപ്പുറം ജില്ലാ KMCCയുടെ വയനാട് ദുരിതബാധിതർക്ക് പ്രാർത്ഥനാപൂർവ്വം 1.5 പതിറ്റാണ്ട് മുമ്പ് ഇതുപോലെയുള്ള ഒരു ദിവസം മുമ്പിൽ നിന്ന് വിട പറഞ്ഞു പോയ മഹാനായ പാലക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ അനുസ്മരണം 980 ഭാഷാ സമരത്തിൽ അറബി ഉറുദു ഭാഷക്കെതിരെ സമരം ചെയ്ത് മലപ്പുറം കളക്ടറേറ്റ് പഠിക്കൽ അന്നത്തെ നായനാർ സർക്കാരിന്റെ വെടിയേറ്റ് മരിച്ച മൈലപ്പുറത്തെ മജീദിന്റെയും കാളികാവിലെ കുഞ്ഞിപ്പയുടെയും തേനിപ്പലത്തെ റഹ്മാന്റെയും ഓർമ്മകൾ സ്മരിച്ചുകൊണ്ടും അവരെ പറ്റി അറിയാത്തവർക്ക്, പുതിയ തലമുറക്ക് അവരെ പറ്റി അറിയാനും മരണപ്പെട്ടുപോയ പഠിപ്പിക്കാൻ നമ്മൾ എപ്പോഴും ഓർക്കുന്നതും അവർക്ക് പ്രാർത്ഥനകൾ നടത്തുന്നതൊക്കെ നല്ല കാര്യങ്ങളാണ്. ജീവിതത്തിൽ ഒരിക്കലും മരണം എല്ലാവർക്കും ഉണ്ടാവും. അത് നമ്മുടെ കിറാത്തില് സൂചിപ്പിച്ചതുപോലെ തന്നെ മരണം ഒരു സമയമായി കഴിഞ്ഞാൽ നമ്മെ തേടിയെത്തും. അത് വലിയവനാണെന്നോ ചെറിയവനാണെന്നില്ല. ഏതായാലും കരണിയിൽ അന്വേഷിക്കുന്ന രംഗങ്ങളാണ് 2-3 ദിനരാത്രങ്ങൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലും ടിവിയിലൂടെയും എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ഉറങ്ങി എണീറ്റ് നോക്കുമ്പോൾ ഒറ്റവരെയും ഉടവരെയും നഷ്ടപ്പെട്ട്, ഉണ്ടായിരുന്ന കിടപ്പാടങ്ങൾ നഷ്ടപ്പെട്ട് എല്ലാം പോയ നമ്മുടെ കൂടപ്പിറപ്പുകളെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മൾ അതിനൊരു പ്രാർത്ഥനാ സദസ്സും അതോടൊപ്പം തന്നെ മഹാനായ തങ്ങളെ സ്മരിക്കുകയാണ്. എന്നിരുന്നാലും കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല. 980 ഭാഷാ സമരം, അറബി ഉറുദു ഭാഷയ്ക്കെതിരെ അന്നത്തെ നായനാർ സർക്കാർ കൊണ്ടുവന്ന നയത്തിനെതിരെ അറബി ഉറുദു അധ്യാപകർ സമരം ചെയ്തപ്പോൾ CH ആണ് അവരോട് പറഞ്ഞത്, നിങ്ങൾ വിദ്യാലയങ്ങളിൽ പോയി വിദ്യാർത്ഥികളെ പഠിപ്പിക്കുക. ആ സമരം മുസ്ലിം ലീഗ് ഏറ്റെടുത്തിരിക്കുന്നു. മുസ്ലിം ലീഗ് ആ സമരം ചെയ്തുകൊള്ളും. അതിന്റെ അടിസ്ഥാനത്തിലാണ് അന്നത്തെ യൂത്ത് ലീഗിന്റെ നേതാക്കളായിരുന്ന PK ബാബ സാഹിബും FP മജീദ് സാഹിബിന്റെ നേതൃത്വത്തിൽ ജൂലൈ 30 റമദാൻ 17 സംസ്ഥാനത്തെ 14 കളക്ടറേറ്റുകളിലേക്കും മാർച്ച് നടത്താനും സമാധാനപരമായ അന്തരീക്ഷത്തിൽ മാർച്ച് നടത്തി. അങ്ങനെ മലപ്പുറത്തെ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി, പിക്കറ്റിംഗ് നടത്തി. അതിനിടയ്ക്ക് പെരിന്തൽമണ്ണയിലെ DYSP രാമദാസിന്റെ നിക്കാരമായ നടപടി പിക്കറ്റിംഗ് തള്ളിക്കാരൻ അതിലേക്ക് നടക്കുന്ന അതിനുള്ള സംഘർഷത്തിൽ മരണപ്പെട്ട മജീദ് റഹ്മാൻ കുഞ്ഞിപ്പന്മാരെ നമ്മൾ അറിയണം, അവരെ കൂടി നമ്മൾ അറിയണം, അവരെ കൂടി പറിക്കണം. അതിനുള്ളൊരു അവസരം കൂടിയാണ് മലപ്പുറം ജില്ലാ KMCC സംഘടിപ്പിച്ചിട്ടുള്ളത്. ഞാനൊക്കെ അന്ന് മദ്രസയില് റമദാൻ മാസത്തിൽ നമ്മുടെ നാട്ടിലെ മദ്രസയില് ഖുർആൻ പഠന ക്ലാസ് ഉണ്ടാവും. ആ പഠന ക്ലാസ് നടന്നുകൊണ്ട്
ഒരു ബാൻഡ് മുട്ടുന്ന സൗണ്ട് കേട്ടുകൊണ്ട് കയ്യിലുണ്ടായിരുന്ന മുസാഫ് അന്ന് ഒരു സഞ്ചി രൂപത്തിലാണ് നമ്മൾ മുസാഫൊക്കെ പൊലിഞ്ഞു കിടക്കുക. അതുമായിട്ട് അങ്ങോട്ട് കൊടുത്തടിയിൽ ആളുകള് കാരണന്മാരായ ആളുകൾ നമ്മളെ അവിടുന്ന് പിന്തിരിപ്പിക്കുകയാണ് ചെയ്തത്. എങ്ങോട്ടാ ഓടുന്നു വെച്ചപ്പോ അവിടെ ബാൻഡ് മുട്ടുന്ന സൗണ്ട് അങ്ങോട്ട് പോവാന്ന് പറഞ്ഞു ഓടുകയാണ്. അപ്പം തിരിച്ചു ഓടുക അവിടെ വെടിവെക്കുകയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ തിരിച്ച് നമ്മളൊക്കെ വീട്ടിലേക്ക് വരികയാണ്. അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് വന്ന സമയത്ത് കുറെ ആളുകള് വന്നിട്ട് ചെറിയ ഉള്ളി വാങ്ങാണ്. അപ്പൊ ഡിയാർ ഗ്യാസ് ഇട്ട് കഴിഞ്ഞാൽ കണ്ണ് ഇന്ന് വെള്ളം ഇരിക്കുന്നതോട് കാരണം ചെറിയ ഉള്ളിയൊക്കെ വാങ്ങിയിട്ടാണ് അന്ന് ആളുകള് അതിൽ നിന്നൊക്കെ പോകുന്നത്. ഏതായാലും നമ്മുടെ അതുപോലുള്ള ആളുകളെ കുറിച്ച് നമ്മൾ അറിയണം. നമ്മുടെ ജില്ലയുടെ പുതിയ തലമുറകൾക്കൊക്കെ അതൊക്കെ അറിയാനും എല്ലാം കൂടിയാണ് നമ്മൾ ഈ ഒരു പരിപാടി വെച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നമ്മൾ പറഞ്ഞ സമയത്ത് നിന്ന് 10 മിനിറ്റ് മാത്രമാണ് വൈകിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള പരിപാടികൾ തികച്ചും ജില്ലയിലെ നമ്മുടെ സമയത്തിന്റെ വില നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം. നമ്മൾ അതിനെല്ലാം മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ സമയത്തിന്റെ വില മനസ്സിലാക്കി നമ്മുടെ ജീവിതചര്യയിലും നമ്മൾ മാറ്റം വരുത്തണം. ചിട്ടയായ ജീവിതത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ജില്ലാ സെൻട്രൽ കമ്മിറ്റിയുടെ അമരക്കാരൻ പ്രിയപ്പെട്ട അബൂബക്കർ ഐബർ സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സെൻട്രൽ കമ്മിറ്റിയുടെ നേതാക്കന്മാരും ഇവിടെയുണ്ട്. എല്ലാവരുടെയും പേരെടുത്ത് ഞാൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വളരെ ദുഃഖസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലാണ് പറഞ്ഞറിയിക്കാനാവാത്ത ഒരു വലിയ വേദനയുടെ നോവിന്റെ ദുഃഖത്തിന്റെ ഒരവസ്ഥയിലാണ് നമ്മളിവിടെ നിർമ്മിച്ചത്. വയനാടിന്റെ ദുഃഖത്തിൽ നമ്മൾ പങ്കുചേരുകയും പ്രാർത്ഥനാപൂർവ്വം നമുക്ക് അവരുടെ വിശേഷമായും ഒരുപാട് വലിയ പാഠങ്ങൾ നൽകുന്നുണ്ട്. യുമായി ബന്ധപ്പെട്ട അതിന്റെ ഘടനയിൽ തന്നെ വളരെ സുപ്രധാനമായ മേഖല എന്ന് ഭൗമശാസ്ത്രജ്ഞന്മാർ കാര്യങ്ങൾക്ക് മുമ്പേ പറഞ്ഞ ഉപദേശിച്ചത് ഈ കാലവർഷക്കെടുതിയിൽ ഉണ്ടായ വലിയ ദുരന്തം ഇവിടെ പ്രിയങ്കരനായ അധ്യക്ഷന്മാർ സൂചിപ്പിച്ചതുപോലെ രാത്രി കിടന്നുറങ്ങിയ ആളുകൾ വെള്ളത്തിൽ ഒഴുകിപ്പോയി ഡെഡ് ബോഡിയുടെ മൃതശരീരങ്ങളുടെ തന്നെ അവയവങ്ങൾ അറ്റുപോയി. അങ്ങനെ ഒരു ദുരന്തം ഒരുപക്ഷെ കേരളത്തിൽ നമ്മൾ കേട്ടിട്ടില്ല. അവയവങ്ങൾ കുറ്റിക്കാട്ടിലും അതുപോലെ ഒഴുകുന്ന പുഴയിലുമൊക്കെ അവിടെ ഇവിടെയായി ഒരാളുടെ ശരീരത്തിലെ മുഴുവൻ ഭാഗങ്ങളും ലഭ്യമാവാതെ ധാരാളമെന്ന് പോലും തിരിച്ചറിയാത്ത ഒരവസ്ഥ. അതുപോലെ കുടുംബത്തിലെ പല മക്കൾ നഷ്ടപ്പെട്ട മാതാപിതാക്കളുടെ വേദന ഒരുപാട് നമ്മൾ ചർച്ച ചെയ്താണ്, ഒരുപാട് എഴുതപ്പെട്ടതാണ്, വായിക്കപ്പെട്ടതാണ്. പക്ഷെ ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഖമായിരുന്നു കാരുണ്യത്തിന്റെ ഏത് പ്രയാസപ്പെട്ടു വരുന്ന ആളുകൾക്കും അവയെ നേതൃത്വം വഹിക്കുന്ന അതിന്റെ ഏറ്റവും വലിയ മുദ്രയായി മലയാളത്തിൽ ഉയർന്നു നിന്ന മതേതരത്വത്തിന്റെ കൂടി പ്രതീകമായ പ്രിയപ്പെട്ട തങ്ങളിൽ ഓർക്കുന്ന ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു ദുരന്തം വരുന്നപ്പോൾ നമ്മൾ മാതൃകയാക്കേണ്ടത്, നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടത് തങ്ങൾ കാണിച്ചിട്ടുള്ള ആ ഒരു മാതൃകയാണ്. കേരളം തങ്ങൾ ജീവിക്കുന്ന കാലത്ത് കേരളത്തിൽ പലതവണ കാലവർഷക്കെടുതികൾ ഉണ്ടായിട്ടുണ്ട്. കടലിൽ ശോഭിച്ചു വന്ന താനൂർ കടപ്പുറത്തൊക്കെ താനൂരും തിരൂരുമൊക്കെ പിന്നെ നമ്മുടെ തീരപ്രദേശങ്ങളിൽ മൊത്തം വലിയ കടൽക്ഷോഭം ഉണ്ടായ ഘട്ടങ്ങളിൽ തീരദേശവാസികൾക്ക് നിദ്രാവിഹീനമായ തീരരാത്രികൾ സമ്മാനിച്ചപ്പോൾ അർദ്ധരാത്രി പോലും വിവരമറിഞ്ഞ് കടൽ തീരത്ത് ചെന്ന് അവിടുത്തെ പ്രദേശത്തെ ആളുകളെ സമാശ്വസിപ്പിക്കാനും അവർക്ക് വേണ്ടി കടലിലേക്ക് തന്നെ ഇറങ്ങി നിന്ന് പ്രാർത്ഥിച്ച തങ്ങളുടെ വലിയ ഒരുപാട് ചരിത്രങ്ങൾ നമ്മൾ കേൾക്കുകയും വായിക്കുകയും ചെയ്ത ഇവിടെ നമ്മുടെ കേരളം അക്ഷരാർത്ഥത്തിൽ അന്തിച്ചു നിൽക്കുന്ന, പകച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. എല്ലാവരും ഒറ്റക്കെട്ടായി രാഷ്ട്രീയവും മതവും ജാതിയും മറ്റു വേർതിരിവും മതഭേദങ്ങളില്ലാതെ എല്ലാ സൈന്യവും പോലീസും അർദ്ധസൈന്യങ്ങളും സന്നദ്ധ പ്രവർത്തകരും രാഷ്ട്രീയ പാർട്ടികളും മതസംഘടനകളും ഒക്കെ കണ്ടമുഖത്ത് ഒരുപക്ഷെ ജീവിതം കഴിക്കേണ്ട അംഗവൈകല്യങ്ങൾ നഷ്ടപ്പെടുന്ന അംഗവൈകല്യം വന്ന ആളുകളുണ്ടാവും. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കിടപ്പാടം പാടെ തകർന്നു പോയവർ ഇനി അവിടെ ഒരു ഉണ്ടാക്കുക എന്നതുപോലും ആലോചിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയുള്ള അത്തരം
വിശദീകരിച്ചാൽ തീരാത്ത അത്രയേറെ പ്രതിസന്ധിയുള്ള ഒരു സമയത്താണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് ജീവകാരുണ്യ സാമൂഹിക സേവന ഇവിടെ പറയാനുള്ളത്, പ്രിയപ്പെട്ട തങ്ങളെ ഇവിടെ അനുസ്മരിക്കുകയാണ്. തങ്ങളെ അനുസ്മരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ടാവും. കുറേ നമ്മൾ കേട്ടിട്ടുണ്ട്, ഇനിയും പറയാത്ത കാര്യങ്ങളുണ്ടാവും. ഞാൻ അതിന്റെ ആ രീതിയിലുള്ള സംസാരത്തിലേക്ക് പോകുന്നില്ല. തങ്ങളിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട, നമ്മൾ പകർത്തേണ്ട, നമ്മുടെ സംഘടനാ പ്രവർത്തന രംഗത്തും നമ്മുടെ സാമുദായിക പ്രവർത്തന രംഗത്തും നമ്മുടെ സാമൂഹിക ജീവിത ഘട്ടങ്ങളിലും മാതൃകയാക്കേണ്ട തങ്ങളുണ്ട്. അത് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോ ഇവിടെ പ്രതിസന്ധിയുടെ മുഖത്ത് നമ്മൾ നിൽക്കുകയാണ്. ചൊവ്വാഴ്ചകളിലും അല്ലാത്ത ദിവസങ്ങളിലും പാണക്കാട്ടെ കൊടപ്പനക്കൽ തറവാട്ടിലേക്ക് ഒഴുകിയെത്തുന്ന ആപാലവൃദ്ധം ജനങ്ങളെ നമുക്കറിയാം. അവിടെ ഒരുപക്ഷെ നമ്മളെ ഇവിടുത്തെ വലിയ വലിയ മതസംഘടനാ നേതാക്കന്മാരെ, ഇവിടുത്തെ മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരെ ഒക്കെ കാണാറുണ്ട്. അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടാവാറുണ്ട്. പക്ഷേ നേരവും കാലവും ഇല്ലാതെ ആർക്കും കടന്നു ചെല്ലാവുന്ന ഒരേ ഒരു തറവാടാണ്. എപ്പോഴും ഗേറ്റ് തുറന്നു വെച്ച ഒരേ ഒരു തറവാട് അത് കുടപ്പനക്കൽ തറവാടാണ്. തങ്ങളുടെയും സഹോദരന്മാരുടെയും തങ്ങളുടെ മക്കളുടെയും പേരക്കുട്ടികളുടെയും ഒക്കെ വീടുകളിൽ ഓരോ സമയത്തും ചെല്ലുമ്പോൾ നമ്മളത് കാണാറുള്ളതാണ്. നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ ദൈനംദിനം ഒരു വീട്ടിൽ വന്ന് അവിടുത്തെ തങ്ങളോട് പറയാറുള്ള അവരുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ആരും മറ്റൊരാളോടും പങ്കുവെക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ മറച്ചു വെക്കുന്ന ദുഃഖങ്ങൾ പോലും, ആ ദുഃഖത്തിന്റെ ഭാരം പോലും അവർ ഇറക്കി വെക്കാറുള്ളത് അവരുടെ പ്രിയപ്പെട്ട തങ്ങളുടെ അടുത്താണ്. തങ്ങളെ കേൾക്കുകയും അതിന് പരിഹാരമുണ്ടാക്കുകയും ചെയ്യാതെ വലിയ വലിയ പ്രശ്നങ്ങൾ പാണക്കാട്ടെ കൊടപ്പനക്കലേക്ക് ഒരായിരുന്നത് എന്ന് നമുക്കറിയാം. കോടതികളിൽ നിന്ന് പോലും കേസുകൾ പാണക്കാട്ടേക്ക് മാറ്റിവെച്ച സംഗതികൾ നമുക്കറിയാം. രാജ്യം രാഷ്ട്രീയ പ്രതിസന്ധി നേരിടുന്ന സമയത്ത് തങ്ങൾ ഉയർത്തിപ്പിടിച്ച നിലപാടുകളും മൂല്യങ്ങളും നമുക്കറിയാം. നമ്മുടെ രാജ്യം നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധിയായിരുന്നു ബാബരി മസ്ജിദിന്റെ തകർച്ചയോടനുബന്ധിച്ചുണ്ടായ സംഭവം. സമുദായത്തിലെ വലിയ വൈകാരിക ക്ഷോഭം ഉണ്ടായ ഘട്ടത്തിൽ മുസ്ലിം ലീഗ് പാർട്ടി പോലും വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയിൽ അകപ്പെട്ടുപോയി എന്ന് രാഷ്ട്രീയ നിരീക്ഷകന്മാര് വിധി പറയപ്പെട്ട ഒരു ഘട്ടത്തിൽ, ആ ഘട്ടത്തിലും ഒരു ചാഞ്ചല്യവും ഇല്ലാതെ താനും ലീഡറാണ്, അമീറാണ്, നേതാവാണ്, തന്റെ ഉത്തരവാദിത്വം എന്താണ്, പ്രവാചകൻ എന്താണ് പഠിപ്പിച്ചു വന്നത്, ചരിത്രത്തിന്റെ ഘട്ടങ്ങളിൽ തന്റെ മുൻഗാമികൾ സമുദായത്തെയും സമൂഹത്തെയും എങ്ങനെയാണ് നയിച്ചത് എന്ന ഉത്തമ മാതൃകയിൽ നിന്ന് സമുദായത്തിന് നേതൃത്വം കൊടുത്ത തങ്ങൾ. നമുക്കറിയാം, ഡിസംബർ 6 ബാബരി മസ്ജിദ് തകർന്ന ഘട്ടമൊക്കെ നമ്മളൊക്കെ പലരും വന്ന് നാട്ടിലുണ്ടാവും. ആ ഒരു സമയത്ത് എല്ലാവരും നോക്കുന്നത്, രാഷ്ട്രീയ നേതൃത്വം, മാധ്യമ പ്രവർത്തകന്മാർ, സാംസ്കാരിക പ്രവർത്തകന്മാർ, എന്തിനേറെ രാജ്യത്തിന്റെ പോലീസ് മേധാവികൾ പോലും ഉറ്റുനോക്കിയത് കേരളം അന്നത്തെ DGP ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഓർക്കുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ ഒരു സമുദായത്തിന്റെ വികാരത്തെ മുതലെടുത്തുകൊണ്ട് ഒരു സമൂഹത്തെ, ഒരു സമുദായത്തെ ദുരന്തങ്ങളിലേക്ക് കൊണ്ടുപോയി തള്ളാതെ ലീഡർ, നേതാവ് എന്ന് പറയുന്നത് തന്റെ പിന്നിൽ അണിനിരന്ന അനേകായിരം എന്ന ജനസമൂഹത്തെ അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കലാണ് ഒരു നേതാവിന്റെ ഉത്തരവാദിത്വമെന്ന് പ്രിയപ്പെട്ട പാണക്കാട് സയ്യിദ് മുഹമ്മദ് വിശ്വാസങ്ങൾ, അതിനു മുമ്പ് പാണക്കാട് PMSA കുക്കോയത്തങ്ങൾ, പിന്നെ ഹൈദർ വിശ്വാസങ്ങൾ അടക്കമുള്ള തങ്ങന്മാർ കാണിച്ചു തന്നിട്ടുണ്ട്. ഇന്ന് പാണക്കാട് സയ്യിദ് സാദിഖ് വിശ്വാസങ്ങൾ ആ മാതൃകയിലാണ് നമ്മൾ നയിക്കുന്നത്. പലപ്പോഴും മുസ്ലിം ലീഗ് പ്രവർത്തകന്മാർ പല ഘട്ടങ്ങളിലും സമുദായത്തിലെ വികാരജീവികളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പകച്ചുപോയ ഘട്ടങ്ങളുണ്ട്. പക്ഷെ അന്നും തങ്ങൾ പറഞ്ഞു നമ്മുടെ ഒരു നല്ല കാലം വരും. ബാബരി മസ്ജിദ് തകർന്ന ആ ഒരു ഘട്ടത്തിൽ സംസ്ഥാന മുസ്ലിം ലീഗിന്റെ വർക്കിംഗ് കമ്മിറ്റി യോഗം വിളിച്ചപ്പോൾ അന്ന് നമുക്കറിയാം, അതിനോടനുബന്ധിച്ചുണ്ടായ പല ഉപതരങ്ങൾ മുഹമ്മദ് വിശ്വാസങ്ങൾ അന്ന് മുസ്ലിം ലീഗിന്റെ പ്രവർത്തക സമിതി യോഗത്തിൽ പറഞ്ഞത് എല്ലാവരും ഒരുപക്ഷെ നമ്മളിൽ നിന്ന് വിട്ടുപോയേക്കാം, ഈ ഒരിക്കൽ പലരും വിട്ടുപോയേക്കാം. പക്ഷേ നമ്മൾ ബുദ്ധിശൂന്യമായ നിലപാടെടുക്കാൻ പാടില്ല. നാളെ ചരിത്രം വിലയിരുത്തപ്പെടും. മുസ്ലിം ലീഗ് പാർട്ടി ഈ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി നേരിട്ട ഒരു ഘട്ടത്തിൽ മുസ്ലിം ലീഗ് പാർട്ടി എടുത്ത തീരുമാനം ഒരു സമുദായത്തെ ബലി കൊടുക്കുന്നതിന് തുല്യമാണ് എന്ന് നാളെ ചരിത്രകാരന്മാർ എഴുതി വെക്കാൻ പാടില്ല. നമ്മൾ കൂട്ടത്തോടെ തോറ്റേക്കാം, പക്ഷേ തോൽവി നമ്മൾ നോക്കേണ്ടതില്ല. ആളുകളുടെ വികാരം നമ്മൾ നോക്കേണ്ടതില്ല. ഒരു മുസ്ലിം ലീഗ് എന്ന ഉത്തരവാദിത്തപ്പെട്ട ഒരു പാർട്ടി, ആ പാർട്ടി ഒരു സമുദായത്തെ കൊണ്ടുപോയി അപകടത്തിലേക്ക് തള്ളിയിട്ടില്ല എന്ന് നാളെ വിലയിരുത്തപ്പെടണം. അതുകൊണ്ട് വിവേകപൂർവ്വമുള്ള തീരുമാനമെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തീരുമാനമെടുത്ത തങ്ങളുടെ തീരുമാനമായിരുന്നു അന്ന് മുസ്ലിം ലീഗ് പാർട്ടി എടുത്ത തീരുമാനമായിരുന്നു ശരിയെന്ന് പിന്നീട് അന്ന് തെരഞ്ഞെടുപ്പും തെളിയിച്ചു. മുസ്ലിം ലീഗ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞ രാഷ്ട്രീയമാണിത്. ജനാധിപത്യ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ മത്സരിച്ചുകൊണ്ട് ഈ ന്യൂനപക്ഷങ്ങളുടെ അവകാശം
സംരക്ഷിക്കുക എന്നതിന്റെ ഏറ്റവും വലിയ മികച്ച ഉദാഹരണമാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ചേർന്ന ആദ്യത്തെ ബജറ്റ് നടന്നപ്പോൾ മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ച രാഷ്ട്രീയം നമുക്ക് ബോധ്യമാവുകയാണ്. കാരണം ബീഹാറിലേക്കും 2 സംസ്ഥാനങ്ങളിലേക്ക് ഇന്ത്യൻ ബജറ്റിന്റെ മഹാഭൂരിപക്ഷവും പോവുകയാണ്. കാര്യം ആ മന്ത്രിസഭയെ താങ്ങി നിർത്തുന്നവർ, അതിന് ആ സംവിധാനത്തിൽ ആ മന്ത്രിസഭയെ താങ്ങി നിർത്തുന്നവർ അവിടുത്തെ ചില എംപിമാരാണ്. ഇവിടെയാണ് മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയത്തിന്റെ പ്രാധാന്യം. ഇന്ത്യയിലെ കോടിക്കണക്കിന് വരുന്ന മുസ്ലിങ്ങൾ ഒരു ഒറ്റക്കെട്ടായി അണിനിരന്നാൽ ഈ ജനാധിപത്യ സംവിധാനത്തിൽ മന്ത്രിസഭ ആര് രാജ്യം ഭരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള രാഷ്ട്രീയ അധികാരം നമ്മുടെ കയ്യിൽ വരും എന്ന മുസ്ലിം ലീഗിന്റെ നിലപാട്. അത് നമുക്ക് ഇന്ത്യ രാജ്യത്ത് ഇനിയും ആ രീതിയിൽ അത് പരിഗണിക്കാനും തെളിയിക്കാനും കഴിയും എന്നൊരു ഘട്ടമാണ്. അതുകൊണ്ട് തങ്ങളുടെയും മുസ്ലിം ലീഗിന്റെയും ഈ രാഷ്ട്രീയ മാതൃകയിലേക്ക് നമ്മൾ ഇത്തരം അനുസ്മരണങ്ങളിലൂടെ അത് അത് മുഖവിലക്കെടുത്തുകൊണ്ട് അത് അനുസ്മരിക്കുകയും അത് പാഠമാക്കുകയും ആ വഴിയിൽ മുന്നോട്ട് പോകണമെന്നും അതോടൊപ്പം മുസ്ലിം സമുദായത്തിലെ എല്ലാ അവാന്തര വിഭാഗങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവിടെ വിവേചനമില്ലാതെ സമുദായം എന്ന മുഖ്യധാരയെ, സമുദായത്തിന്റെ പൊതു ചുവരുകളെ നിലനിർത്താനുള്ള പാണക്കാട് തങ്ങന്മാർ കാണിച്ച ആ മാതൃകയിൽ നമുക്ക് മുന്നോട്ട് പോകണമെന്ന് മാത്രം അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞുകൊണ്ട് അതോടൊപ്പം ഈ ചടങ്ങിൽ ഭാഷാ സമരത്തിന്റെ ഒരു അനുസ്മരണം കൂടി മലപ്പുറം ജില്ലാ KMCC സംഘടിപ്പിക്കുകയാണ്. ഇവിടെ പ്രിയങ്കരനായ ഉസ്മാൻ സാഹിബും അതുപോലെ പ്രിയപ്പെട്ട ഇസാഖും ഒക്കെ സൂചിപ്പിച്ചതുപോലെ, പ്രിയപ്പെട്ട നാണിമാഷും ഒക്കെ സൂചിപ്പിച്ചതുപോലെ നമുക്കറിയാം ഭാഷാ സമരം നമ്മെ സംബന്ധിച്ചോളം നമ്മുടെ രാഷ്ട്രീയ സമര ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. നമുക്കറിയാം ആ സംവിധാനം കേവലം സ്കൂളുകളിൽ മാത്രമല്ല, കോളേജുകളിലേക്കും സർവകലാശാലകളിലേക്കും അതിനുവേണ്ടി അറബിക് ഡിപ്പാർട്ട്മെന്റ് രീതിയിൽ UGC നമ്മുടെ യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാർ വിളിച്ച മുദ്രാവാക്യമാണ് അറബി നാട്ടിലെ പണി വേണം, അറബ് നാട്ടിലെ പടവും വേണം, അറബി ഭാഷ പഠിക്കാൻ മാത്രം കേരള നാട്ടിൽ ഇടമില്ലേ, മറുപടി പറയും സർക്കാരെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് മലപ്പുറത്തും കോഴിക്കോട്ടും കേരളത്തിലെ 14 കലക്ടറേറ്റുകളിലും മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാരുടെ മുദ്രാവാക്യം ഉയർന്നത്. അത് പ്രവാസി സമൂഹം എന്ന രീതിയിൽ പ്രവാസികൾക്കും ഈ വിശാലമായ അർത്ഥത്തിൽ അതിനെക്കുറിച്ച് നമ്മൾ പരിഗണിച്ചാൽ പ്രവാസികൾക്കും അത് വലിയ രീതിയിൽ അവർക്കൊക്കെ വേണ്ടിയുള്ള ഒരു സമരമായിരുന്നു ഇത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ ദീർഘമായി ഞാൻ മൂന്നാല് വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും പരാമർശിക്കുമ്പോൾ സമയം കൂടിപ്പോ ഇവിടെ നിരവധി നേതാക്കന്മാർ സംസാരിക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ അവസാനിക്കുകയാണ്. മലപ്പുറം ജില്ലാ KMCC സംഘടിപ്പിച്ച ഈ മഹത്തായ 3 പരിപാടികൾക്കും എല്ലാവിധ ആശീർവാദങ്ങളും തന്നുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഉച്ചരിച്ചുകൊണ്ട് ഈ മഹത്തായ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയും അവസാനമായി ഒരിക്കൽ കൂടി നമ്മൾ സഹജീവികളെ ചേർത്ത് പിടിക്കേണ്ട അങ്ങനെ ഒരു സംഘടന KMCCയുടെ സംഘടന സംസ്കാരം എന്ന് പറയുന്നത് പ്രയാസപ്പെടുന്നവരെ, പ്രതിസന്ധിയിലായ ആളുകളെ ചേർത്ത് പിടിക്കുക, അവർക്ക് കൈത്താങ്ങ് നൽകുക എന്നതാണ്. ഈ വയനാട് ദുരന്ത സമയത്ത് ഓരോ KMCC പ്രവർത്തകന്മാരും എല്ലാ കമ്മിറ്റികളും ഈ ഒരു വലിയ സാമൂഹിക ദുരന്തത്തെ നേരിടാനുള്ള രാജ്യത്തിന്റെ വലിയ ശ്രമത്തിന്റെ കൂടെ നമ്മൾ നിൽക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും അഭിവാദ്യം നൽകുകൊണ്ട് മരണപ്പെട്ടുപോയ പ്രിയപ്പെട്ട സഹജീവികളുടെ പേരിൽ ഒരിക്കൽ കൂടി അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. الحمد لله مبارك فيه على كل حال حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم وبارك على رسولك حبيبك سيدنا محمد وعلى آل سيدنا محمد. اللهم اوصل وبلغ مثل ثواب ما قرأناه من القرآن اليوم ما صليناه وما سلمناه هذه اليوم صلاة ورحمة نازلة وبركة شاملة وقال إلى حضرة النبي المصطفى محمد صلى الله عليه وسلم. اللهم إلى حضرات آبائه وإخوانه من الأنبياء والمرسلين. اللهم إلى حضرات أهل الخير كلهم أجمعين. اللهم وإلى حضرة السيد محمد علي شهاب تنقل.
اللهم إلى حضرة سيد سادات Indian Union Muslim League وإلى حضرات من ماتوا منا أجمعين اللهم إلى حضرة من نبيناهم وقصدناهم يا رب العالمين اللهم أنت تعلم أسماءهم وأحوالهم يا ذا الجلال والإكرام اللهم اجعل കുട്ടികൾക്കും ഒക്കെ സ്വർഗത്തിൽ ഉന്നതമായ പദവി നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ ഉന്നതമായ ദർജ നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ അല്ലാഹുവേ ആ സഹോദരങ്ങളെ ഒരുപാട് പരിക്കുകൾ പറ്റി വിഷമിച്ചിരിക്കുന്ന ആ സഹോദരന്റെ കാര്യങ്ങളൊക്കെ നീ നല്ല നിലക്കാക്കണേ തമ്പുരാനെ അവരുടെ അവസ്ഥകൾ നീ നന്നാക്കണേ തമ്പുരാനെ അത് രോഗികൾക്ക് നീ ശിഫ നൽകണേ തമ്പുരാനെ മരണപ്പെട്ടവർക്ക് മൗഫിറത്തും റഹ്മത്തും നൽകണേ തമ്പുരാനെ അല്ലാഹുവേ ഞങ്ങളുടെ നേതാക്കൾ പലരും ഞങ്ങൾക്ക് കാണിച്ചത് മഹത്തായ മാതൃകകൾ കാണിച്ചുകൊണ്ട് ആറടി മണ്ണിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന റഹ്മാനെ അവരുടെ ഖബറുകൾ നീ സ്വർഗ്ഗപൂങ്കാവനമാക്കണേ തമ്പുരാനെ ഞങ്ങളൊക്കെ ഇത് കാലത്തും ഓർക്കുന്ന ഇനി വരും തലമുറകളൊക്കെ ഓർക്കുന്ന ഞങ്ങളുടെ മഹാനായ നേതാവ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങൾ അല്ലാഹുവേ അവിടുത്തെ ദർജ നീ വർദ്ധിപ്പിച്ചു കൊടുക്കണേ തമ്പുരാനെ സ്വർഗീയ ആരാമത്തിൽ ഒരുമിക്കുവാൻ അവരെയും അതുപോലെ വയനാട്ടിൽ നിന്ന് ഞങ്ങളോട് വിട പറഞ്ഞ എല്ലാ സഹോദരങ്ങളോടെയും നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ സ്വർഗത്തിൽ ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ ബന്ധപ്പെട്ടവർ പ്രത്യേകിച്ച് ഈ പ്രവാസ ഭൂമികയിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഏതറ്റവും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന KMCCയുടെ കർമ്മോത്സുകരായ പ്രവർത്തകർ പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. ജിദ്ദയിലെ അല്ലെങ്കിൽ സൗദിയിൽ വിവിധ മഖബറുകളിൽ അന്തരീക്ഷം കൊള്ളുന്നവരുണ്ട്. റഹ്മാൻ അവരുടെ കബറുകൾ നീ പ്രകാശപൂരിതമാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളൊക്കെ അവരിലേക്ക് ചേരേണ്ടവരാണ്. നേരത്തെ ഖുർആൻ ഞങ്ങളെ കേൾപ്പിച്ചതുപോലെ പരിശുദ്ധ ഖുർആൻ ഞങ്ങളോട് പറഞ്ഞതുപോലെ ഞങ്ങളൊക്കെ ഞങ്ങളുടെ ആ സമയം എത്തുമ്പോൾ അവധി എത്തുമ്പോൾ ഞങ്ങളൊക്കെ ഈ ലോകത്തോട് വിട പറയേണ്ടവരാണ്. മരിക്കുന്നേരം ഞങ്ങൾക്ക് നല്ല മരണം പ്രദാനം ചെയ്യുന്ന തമ്പുരാനെ ഞങ്ങളുടെ ആത്മബന്ധം നന്നാക്കി തന്നെ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങള് വയനാട്ടിൽ നിന്നും മരണപ്പെട്ടു പോയ ഞങ്ങളുടെ സഹോദരങ്ങൾ റഹ്മാനെ അവരുടെയൊക്കെ അവസ്ഥകൾ തീർച്ചയായിട്ടും നല്ല ഷഹാദത്ത് എന്ന മഹത്തായ പദവിയാണെന്ന് ഞങ്ങൾക്ക് ഹബീബ നബി സ്വല്ലല്ലാഹു തങ്ങൾ പറഞ്ഞു തന്ന ഹദീസിന്റെ പശ്ചാത്തലത്തിൽ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കും. റഹ്മാനെ ഇനി ജീവിച്ചിരിക്കുന്നവർക്ക്, പരിക്കേറ്റ ആളുകൾക്ക്, വിഷമിച്ചിരിക്കുന്നവർക്ക് നീ സമാധാനം നൽകണേ തമ്പുരാനെ. ക്ഷമ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അല്ലാഹുവേ സഹനവും ക്ഷമയും നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അവർക്ക് വീട് നഷ്ടപ്പെട്ടവരാണ്, ഭൂമി നഷ്ടപ്പെട്ടവരാണ്, ജീവിതത്തിൽ എല്ലാ സമ്പാദ്യങ്ങളും നഷ്ടപ്പെട്ട ആ അവസ്ഥയിലുള്ള റഹ്മാനെ പുനരധിവാസം ആഗ്രഹിക്കുന്ന എല്ലാവരും അത് നീ എളുപ്പമാക്കി കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഇപ്പോഴും ഞങ്ങൾ ആ രക്തസാക്ഷിത്വത്തിന്റെ പകരമായിക്കൊണ്ട് അതിന്റെ ഫലമായി റഹ്മാനെ ധീരമായി ഈ രാഷ്ട്രീയ ഗോതയിൽ പ്രവർത്തിക്കുവാനും അതുപോലെ തന്നെ ഞങ്ങൾ നേതാക്കന്മാർ കാണിച്ചു തന്ന മാർഗത്തിലൂടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും മറ്റു അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളുമായി കൊണ്ട് ഈമാൻ സലാമത്തായിക്കൊണ്ട് ജീവിതത്തോട് വിട പറയാൻ ഞങ്ങൾ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഉപബാഫക്ക് തങ്ങളെ പോലെയുള്ള, അതുപോലെ തന്നെ കായികത്തിനെ പോലെയുള്ള, അതുപോലെ തന്നെ ഈ അഹമ്മദ് സാഹിബിനെ പോലെയുള്ള, സെർട്ട് സാഹിബിനെ പോലെയുള്ള, ബലാത്വാനെ പോലെയുള്ള ഒരുപാട് നേതാക്കൾ, ബഹുമാനപ്പെട്ട ഞങ്ങളുടെ പ്രിയങ്കരനായിരുന്ന ആറ്റപ്പുകാരെ പോലെയുള്ള മഹാന്മാരായ ആളുകളൊക്കെ ഞങ്ങൾ വിട പറഞ്ഞു റഹ്മാനെ. ജന്നാത്തുൽ ഫിർദൗസിൽ അരുവികളൊഴുകുന്ന സ്വർഗീയ ആരാമത്തിൽ വെച്ചുകൊണ്ട് കണ്ടുമുട്ടാൻ ആ നേതാക്കളുമായിട്ട് ഒന്നിച്ചിരിക്കാൻ ഒരുമിച്ച് കൂടാൻ ഞങ്ങളെ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ മരിക്കുന്ന ഞങ്ങൾക്കൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാൻ തൗഫീഖ് നൽകണേ തമ്പുരാനെ. പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. ഉറക്കത്തിലൊക്കെ സംഭവിക്കുന്ന അശ്രദ്ധരായ സമയത്തുള്ള മരണത്തെ തൊട്ട് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. ശരിക്കും തൗബ ചെയ്തുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങളൊക്കെ പുറത്തുകൊണ്ട് നീ തൃപ്തിപ്പെട്ട നിലയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ പരിശുദ്ധമായ ഞങ്ങൾ വല്യമ്മയുടെ നാട്ടിൽ നിന്നുകൊണ്ട് 2 ഹറമുകളുടെ പ്രവേശന കവാടമായ ജിദ്ദയിൽ നിങ്ങളുമായി പരിചയമുള്ള ഇത്തരത്തിലുള്ള സംവിധാനങ്ങളുമായൊക്കെ സഹകരിക്കാൻ സാധിക്കുന്ന ആളുകളിൽ നിന്നൊക്കെ നിങ്ങളാൽ കഴിയുന്നത് സ്വരൂപിച്ച്
കഴിയുന്നതൊക്കെ നൽകി ഇപ്പോൾ ഇവിടെ വെച്ചു. ഇനി നിങ്ങളാൽ പരിചയമുള്ള ആളുകളിൽ നിന്നൊക്കെ സ്വരൂപിച്ചു മറ്റ് ഇതിലേക്കൊന്നും കടക്കുന്നില്ല. എല്ലാവർക്കുമായി സഹപ്രവർത്തകർ, മലപ്പുറം ജില്ലാ KMCC 2-3 പരിപാടികളാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനമായും വയനാട്ടിൽ ദുരന്തം അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനാ സദസ്സാണ്. ഇവിടെ ഉദ്ഘാടനം കഴിഞ്ഞ് ആദ്യം തന്നെ എന്നെ വിളിച്ചപ്പോൾ നിങ്ങൾക്കറിയാം. സത്യത്തിൽ നമ്മളൊക്കെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരായി എന്ന് പറയുമ്പോൾ ഒരുപാട് അഭിമാനം നമുക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ദുരന്തങ്ങളൊക്കെ നമ്മൾ കണ്ടു. പക്ഷെ ഇത്ര വലിയൊരു ദുരന്തം നമ്മളൊക്കെ ആദ്യമായിട്ടായിരിക്കും കേരളത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, വയനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ നിങ്ങളെ ഈ കൂട്ടിപ്പിടിക്കൽ, അതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു മനസ്സിൽ ഒരു വിഷമം. കാരണം നിങ്ങൾ തിങ്കളാഴ്ച രാത്രി മുതൽ ഇത് അറിഞ്ഞത് മുതൽ, പ്രത്യേകിച്ച് മലപ്പുറം ജില്ല, കേരളത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും മലപ്പുറം ജില്ല ഇന്നലെയൊക്കെ നമ്മൾക്കറിയാം, നിലമ്പൂരിൽ പോയ ആംബുലൻസിൽ ഏകദേശം അത് മലപ്പുറം ജില്ലയുടെ CH സെന്ററിന്റെയും അതേപോലെ മുസ്ലിം ലീഗിന്റെ ആംബുലൻസുകളാണ് നിലനിന്ന് വയനാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വയനാടിന്റെ അവസ്ഥ മറ്റിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഇന്ന് കൽപ്പറ്റ ടൗണിൽ ഇന്നലെ ഇന്നോട്ടായിട്ട് സാധനങ്ങൾ വന്ന് നടന്നിട്ട് ലോറി മേപ്പാടിയിലേക്ക് പോകാൻ കഴിയാതെ അവിടെ പോലീസുകാരെ തടഞ്ഞിട്ട് അത് കളക്ടറേറ്റിലേക്ക് സാധനങ്ങളൊക്കെ നീക്കുന്ന ഒരവസ്ഥയാണ് ഇന്ന് വൈകുന്നേരമുള്ളത്. അത്രമാത്രം നമുക്കറിയാം മേപ്പാടിയിലേക്ക് റോഡിന്റെ അവസ്ഥ. അത് ബ്ലോക്കായി. ഇന്നലെ തന്നെ ആ പട്ടാളക്കാർ ആ പാലത്തിന്റെ സാധനം കൊണ്ടുവരാൻ വേണ്ടി അത്രയും കർശനമായി കളക്ടർ ഇടപെട്ടത് കൊണ്ടാണ് ആ സാധനം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പല രീതിയിലും പരീക്ഷിക്കും. അത്തരത്തിലുള്ള വലിയൊരു പരീക്ഷണത്തിലാണ് ഒരുപാട് മുഅ്മിനുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്തു. അവർക്ക് ഉഖറവിയായ ലോകത്തിൽ ഉന്നത പദവി നൽകിയ അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഷഹീദിന്റെ പ്രതിഫലം അല്ലാഹു അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്നാൽ സ്മരിക്കുന്ന ഒരു മുസ്ലിം ഉമ്മത്തിന് അഭിമാനമായ മറ്റു സമുദായത്തിന് വേണ്ടി എന്നും തലയുയർത്തി നിൽക്കാനും മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമായി നമ്മുടെ മുമ്പിൽ ജീവിച്ച പലരായ ശിഹാബ് തങ്ങൾ, മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, അവരുടെ അനുസ്മരണം, അവരോടൊപ്പം അവരുടെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെയും എല്ലാവരെയും ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ മജീദ്, റഹ്മാൻ, ഷുഹദാക്കൾ, അല്ലാഹു അവരെയും ഷഹീദിന്റെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ വലിയ പരീക്ഷണം, ഇത്തരത്തിലുള്ള വലിയ ഭീമമായ പരീക്ഷണങ്ങളെ കൊണ്ട് അല്ലാഹു നമ്മെ പരീക്ഷിക്കാതിരിക്കുമാറാവട്ടെ. കാരണം ഒരുപാട് കുടുംബങ്ങളിൽ നിന്ന് പകുതി പേര് നഷ്ടപ്പെട്ടവർ, വാപ്പ നഷ്ടപ്പെട്ടവർ, ഉമ്മ നഷ്ടപ്പെട്ടവർ, ഭാര്യയെ നഷ്ടപ്പെട്ടവർ കടന്നുറങ്ങുമ്പോൾ അവരെല്ലാവരും ഒരിക്കലും ഇങ്ങനെയുള്ള ഒരു അന്ത്യയാത്രയിലാണ് എന്ന് ഒരിക്കലും വിചാരിച്ചിരിക്കില്ല. അല്ലാഹു അവരെ മാടി പിടിച്ചു. തീർച്ചയായും നമ്മുടെ മരണം ഇതേപോലെ ഏത് സമയത്ത് എവിടെ വെച്ചായിരിക്കും നമുക്ക് ആർക്കും അറിയുകയില്ല. അതുകൊണ്ട് എന്നും നാം മരണത്തെ ഓർക്കുകയും ദിനേന ഒരു 20 പ്രാവശ്യമെങ്കിലും നാം മരണത്തെ ഓർക്കണമെന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പരീക്ഷിക്കുന്നത് ഖിയാമത്ത് നാളിന്റെ വലിയ അടയാളമാണ്. ഭൂകുലുക്കം, അതുപോലെ തന്നെ പ്രകമ്പനം, ഇതെല്ലാം നാം തെറ്റ് അധികരിക്കുന്ന സമയത്തിലെ അടക്കമുള്ള വ്യക്തങ്ങൾ, അലപടിസ്ഥാനടക്കമുള്ള KMCCയുടെ നേതാക്കന്മാരെ, എൻ്റെ സഹപ്രവർത്തകരെ, വളരെ പ്രയാസകരവും വളരെ വിഷമത്തിലുള്ള ഒരു സാഹചര്യത്തിലാണ് മലപ്പുറം KMCC നമ്മുടെ ബഹുമാനപ്പെട്ട ശാസ്ത്രങ്ങൾ അനുസ്മരണവും മജീദ് റഹ്മാൻ കുഞ്ഞിപ്പ അനുസ്മരണ പരിപാടിയും ഒപ്പം നമ്മുടെയൊക്കെ ഉറപ്പിറപ്പുകൾ നമ്മളെപ്പോലെ രാത്രിയിൽ ഭക്ഷണമൊക്കെ എഴുതി ഇടതുറങ്ങിയ ഒട്ടേറെ പേർ ഇന്നും മണ്ണിനടിയിലും അതോടൊപ്പം ഒരുപാട് ആളുകളുടെ മയ്യത്തുകൾ പല രീതിയിലുള്ള
വികൃതമായ രീതിയിലുമൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന വയനാട് ദുരന്തത്തിന്റെ അഗാധത്തിൽ ആ വേദനയോടൊപ്പം മുന്നോട്ട് പോകുന്ന നമ്മുടെ KMCCയുടെ പ്രവർത്തകരോട് പറയാനുള്ളത്, നമുക്ക് നമ്മുടെ സഹപ്രവർത്തകർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും ആ രീതിയിലൊക്കെ നമ്മൾ സഹകരിച്ച് നമ്മുടെ പുസ്തകമായ KMCCയുമായി സഹകരിച്ച്, അതോടൊപ്പം ഇതിന്റെ പേരിൽ പല രീതിയിലുള്ള സംഘടനാ സംവിധാനങ്ങൾ തട്ടിക്കൂട്ടിയോ ഫലപ്പിരിവുകളോ ഒക്കെ വരുന്നുണ്ടെങ്കിൽ അതിലൊന്നും മുൻകൈയെടുക്കാതെ നമ്മുടെ പ്രവർത്തകരെയൊക്കെ KMCCയുടെ ഈ സംവിധാനത്തിന്റെ കീഴിലേക്ക് കൊണ്ടുവരികയും അതോടൊപ്പം അതുമായി സഹകരിക്കുകയും ചെയ്യണമെന്ന് നിങ്ങളുടെ വളരെ വിനയത്തോട് ആവശ്യപ്പെടുകയാണ്. അതോടൊപ്പം കഴിഞ്ഞ പരിശുദ്ധ ഹജ്ജിനായിട്ട് ഇവിടെ എത്തിയിട്ട് നമ്മുടെ നാട്ടുകാരും വായുവിലുള്ള ഒരു ഹാജി മിസ്സായിരുന്നു. എല്ലാ സോഷ്യൽ മീഡിയയിലൊക്കെ പല രീതിയിലുള്ള സമയത്തും അത് ചർച്ച ചെയ്യപ്പെട്ട് അദ്ദേഹത്തെ ഇന്നും കണ്ടിട്ടില്ല എന്നുള്ള ഒരു വലിയ പ്രയാസത്തിൽ കഴിഞ്ഞ ഹജ്ജിന് വന്ന ഹാജി കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയങ്കരനായ അബൂബക്കർ അൻസാരി, പ്രിയപ്പെട്ട സെൻട്രൽ കമ്മിറ്റിയുടെ ചെയർമാൻ ഇസ്മായിൽ സാഹിബ്, ജില്ലാ സെൻട്രൽ കമ്മിറ്റിയുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ മണ്ഡലം കമ്മിറ്റിയുടെ സഹപ്രവർത്തകരുടെ സഹപാഠികളുടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ വളരെ ദുഃഖസാന്ദ്രമായ മനസ്സ് മരവിച്ചു നിൽക്കുന്ന ഒരു പ്രത്യേക മാനസികാവസ്ഥയിലാണ് മലയാളി സമൂഹം ഉള്ളത്. കഴിഞ്ഞ മണിക്കൂറുകളൊക്കെ നമ്മളൊക്കെ നിദ്രാവിഹീനങ്ങളായി ചാനലുകളിലും സോഷ്യൽ മീഡിയയിലും വരുന്ന വാർത്തകളെ ഭയഭീകരതയോടുകൂടി നോക്കിക്കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേരളം ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഓർക്കുന്നതിന്റെ പരീക്ഷണങ്ങളെ ഭൂമിയിലേക്ക് ഇറക്കുമ്പോൾ അവിടെ വിശ്വാസികളും അവിശ്വാസികളും ഒന്നുമില്ല. അതൊരു സമൂഹത്തിലേക്ക് മൊത്തമായി ഇറങ്ങുന്ന ദുരന്തങ്ങളായി മാറുന്നത്. പള്ളികളിൽ ഉറങ്ങിക്കിടന്നിരുന്ന ഇമാമുമാർ മുതൽ മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ മുതൽ മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് ഭാരവാഹികളടക്കമുള്ള ആയിരക്കണക്കിന് ആളുകൾക്കാണ് ഇതിന്റെ ദുരന്തം അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത്. നമ്മളിപ്പോഴും കണക്ക് കൂട്ടുന്നത് മുണ്ടകൈ എന്ന് പറയുന്ന ആ പ്രദേശത്ത് ആ ഫണ്ടാണ് സൗദി നാഷണൽ കമ്മിറ്റിയുടെ അമ്പറിന് കീഴിൽ ജില്ലാ സെൻട്രൽ കമ്മിറ്റി അടക്കമുള്ള സെൻട്രൽ കമ്മിറ്റികളും പഞ്ചായത്ത് മണ്ഡലം കമ്മിറ്റികളും നമ്മൾ സമാഹരിച്ച് അണക്കെട്ട് തങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക. ആ ഫണ്ട് സുരക്ഷിതമായിരിക്കും, അതിന്റെ അവകാശപ്പെട്ടവർക്ക് മാത്രമേ കിട്ടുകയുള്ളൂ. ആ ഇത്തരങ്ങൾ പങ്കാളികളാകണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഞാൻ സുദീർഘമായി അനുസ്മരണ പ്രഭാഷണത്തിലേക്ക് കടക്കുന്നില്ല. ഒരു വലിയ ദുഃഖസാന്ദ്രമായ സാഹചര്യത്തിൽ വലിയൊരു പ്രഭാഷണത്തിന് പ്രസക്തിയുണ്ടോ എന്ന് ഞാൻ ശങ്കിക്കുകയാണ്. ഇവിടെ ഉദ്ഘാടന പ്രസംഗത്തിൽ സാന്ദർഭികമായി അനുസ്മരണത്തിന്റെ എല്ലാം അനുസ്മരിച്ചു.